മുസ്ലിമിൻ്റെ പേരിൽ മുസ്ലിം നേതാവായി ചമഞ്ഞുകൊണ്ട് സലാഹുദ്ദീൻ ബിൻ അഹ്മദ് അൽ ഇദ്ലുബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ സുന്നിയാണ്, അശ്അരിയാണ് എന്നെല്ലാം അദ്ദേഹത്തെപ്പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം സുന്നിയുമല്ല, അശ്അരിയുമല്ല. അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി മുസ്ലിം നേതാവായി, മുസ്ലിം പണ്ഡിതനായി ഒരു പൊളിച്ചെഴുത്തിന്, ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഹദീസുകളും പൊളിച്ചെഴുത്തിന് വേണ്ടി ഇറങ്ങിയതായ ഒരു മനുഷ്യനാണ്. അയാളുടെ നാടിൽ മഹാന്മാരുണ്ടായത് കൊണ്ട് അദ്ദേഹം മഹാനാണെന്ന് വരൂല. പൊതുവെ ഉള്ള നിയമമാണ്. ഓരോരുത്തരുടെയും ചിന്തിക്കേണ്ടത് അയാളുടെ നാട് കൊള്ള നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അയാളുടെ ആഭാഗനെ കൊള്ള നോക്കിയിട്ടല്ല. ഓരോരുത്തരുടെയും സ്വലാഹ് അവരിലേക്ക് നോക്കണം. ഈ പറഞ്ഞ ഇദ്ലുബി എന്ന് പറയുന്ന സലാഹുദ്ദീൻ ബിൻ അഹ്മദ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, പണ്ഡിതൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് പാണ്ഡിത്യമില്ല. അദ്ദേഹം എവിടെയോ ആരോ എഴുതി വച്ചത് ഉദ്ധരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തകർക്കാൻ അദ്ദേഹം കച്ചകെട്ടിറങ്ങിയവനുമാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ അഖായിദുൽ അശായിറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട കിതാബിൽ പറയും, പുസ്തകത്തിൽ പറയുന്നു, 7-ാമത്തെ പേജ്, വഉഹിബ്ബു അൻ ഉബാദിറ ഇലൽ ഖൗലി ബിഅന്നനി ലസ്തു അശ്അരിയ്യൻ മുഖല്ലിദാ വൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലയ്യ ബിമഹബ്ബത്തിൽ കിതാബി വസ്സുന്ന വത്തഅല്ലുഖി ബിഹിമാ മുൻദു നുഅമത്തിൽ അദ്ഫാർ. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ഇഷ്ടം വെക്കുന്നു, ഞാൻ ഒരു തഖ്ലീദ് ചെയ്യുന്ന അശ്ശരിയല്ല. അശ്ശരിയാക്കളായ ഇമാമിങ്ങൾ, അശ്ശരി മദ്ഹബിലെ പണ്ഡിതന്മാർ, അവരെ തഖ്ലീദ് ചെയ്ത് അവർ പറഞ്ഞത് അതേമാതിരി പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരു അശ്ശരിയല്ല ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നഖം മുളച്ചോടം മുതൽ പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് അതുകൊണ്ട് മഹബത്തിൻ്റെ മേലായി ജീവിക്കാൻ തൗഫീഖ് എന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞാൻ എൻ്റെ നഖം മുളച്ചോടം മുതൽ, ജനിച്ചോടം മുതൽ എന്നർത്ഥത്തിലേക്ക് ഞാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യുന്ന ഒരാളാണ് എന്നല്ലാതെ മുഖല്ലിദായ അശ്ശരി അല്ല. മഅ മഹബത്തിൽ ഇത്തിബാഇ അലാ ബസീറ വമഅ നുഫൂരി മിന തഖ്ലീദിൽ അഅ്മാ. അന്ധമായി തഖ്ലീദ് ചെയ്യലിനെ തൊട്ട് ഓടലോട് കൂടെ, വളരെ ഉൾക്കാഴ്ചയോടുകൂടെ ആരെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞതിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അന്ധമായി തഖ്ലീദ് ചെയ്യുന്നവനല്ല. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താ? തെളിവ് നോക്കാതെ മറ്റൊരാളെ കൗൽ അംഗീകരിക്കുക. ജമുൽ ജവാമിയിലുണ്ടത്. ഞാൻ അങ്ങനെയുള്ള ആളല്ല. അന്ധമായി അനുകരിക്കൂല ഞാൻ ആരെയും. وعليه فإنني إذا قرأت في كتب الأشاعرة رحمه الله تعالى في كتب غيرهم فإني أقبل منها ما أجد له دليلا يدل على تثبيته وتأييده وأرفض منها ما أجد دليلا على بطلانه وأتوقف فيما لا أجد ما يؤيد قبوله أو يؤكد بطلانه. ഈ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയാണ്, വഅലൈഹി, ഞാൻ അന്ധമായി അശ്അരി മദ്ഹബിനെ അംഗീകരിക്കുന്നവനല്ല എന്നുള്ള പ്രകാരം ഞാൻ അശ്അരിയാക്കളുടെ കിതാബ് നോക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കിതാബ് നോക്കി, എനിക്കാരുടെ കിതാബ് എന്നുള്ള പ്രശ്നമല്ല, ഏത് കിതാബ് ഞാൻ നോക്കും. അങ്ങനെ നോക്കിയാൽ അത് ശരിയാണ് എന്നതിനിക്ക് തെളിവ് എനിക്ക് കിട്ടിയാൽ ഞാൻ അംഗീകരിക്കും. ബാത്തിലാണ് എന്നുള്ളതിൻ്റെ മേൽ തെളിവ് കിട്ടിയാൽ ഞാനത് തള്ളും. അത് ശരിയാണ് എന്നുള്ള എനിക്കും തെറ്റാന്നുള്ള എനിക്കും എനിക്ക് ദലീൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. ഇയാളെന്താ ശരിയാ? ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ നിലക്ക് തഖ്ലീദ് ചെയ്യാനാ? ഇതാണ് ഇയാൾ അശ്ശരി മദ്ഹബിൻ്റെ കഥ. ഇനി ഇയാൾ സുന്നിയാണോ നോക്കാം നമുക്ക്. അശ്ശരിയല്ല, ഇയാൾ സുന്നിയോ അല്ല. ഇയാൾ പറയാണ്, അയാളുടെ ഉംറു സയ്യിദത്തി ആയിഷ യൗമൽ അഖ്ദി വ യൗമൽ സിവാജ്, അത് 2 ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ 2ാം ഭാഗത്ത് അയാൾ പറഞ്ഞത് ഇസ്ലാമിൻ്റെ എതിര് വരുന്ന സെൽക്കുലറിസക്കാരെയും എൻലൈറ്റ്മെൻറ്റുകാരെയും വിമർശിക്കേണ്ടതുണ്ട്.
ആ വിമർശിക്കൽ വാജിബായ കാര്യത്തിൽപ്പെട്ടതുമാണ്. വിമർശകർക്ക് മറുപടി പറയൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ശാൾ പറയാണ്, വഅറാ അന്ന തസദ്ദിയ ലിതിൽകൽ ഹമലത്തി ശർശതി ബില്ലദില്ലത്തി ദാമിഗതി വൽ ഹുജസി സാതിഅതി മിൻ ഔജബിൽ വാജിബാത്ത്. വാജിബാത്തിൽ വെച്ച് വലിയ വാജിബാത്തിൽപ്പെട്ടതാണ് ഇസ്ലാം വിരുദ്ധർക്ക് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയാണ്, അല്ലദീ യതസദ്ദാ ലിഹാദാ അസ്ബമാ അറാ വല്ലാഹു അലം. ഈ മറുപടിക്ക് തയ്യാറാകുന്ന ആളുകൾ എൻ്റെ അഭിപ്രായപ്രകാരം രണ്ടിൽപ്പെട്ട ഒരു വിഭാഗമാണ്. രണ്ട് തരം ആളുകളാണ് അർത്ഥത്തിനിക്ക്. എന്താ രണ്ട് തരം മറുപടിക്കാര്? ഇമ്മ അൻ യകൂന മുഅ്തഖിദൻ ബിഅന്ന അഹാദീസ സ്വഹീഹൈനി മിമ്മാ യുക്തൗ ബിസിഹ്ഹതിഹാ സിവൽ മവാദി അൽ യസീറത്തൽ മുസ്തസ്നാത അല്ലതി അശാറ ഇലൈഹാ ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു സ്വലാഹ് അവരുടെ മുഖദ്ദിമയിൽ ധാരാളം ഹദീസുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞിട്ട് ചെറിയ ഹദീസുകളെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ആ അഭിപ്രായ വ്യത്യാസമുള്ളത് മുഴുവനും തള്ളപ്പെട്ട എതിരഭിപ്രായമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇബ്നു സ്വലാഹും മറ്റുള്ള ഇമാമികളും പറഞ്ഞതുപോലെ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള എല്ലാ ഹദീസും സഹീഹാണെന്ന് ഉറപ്പിക്കപ്പെടുന്ന ഹദീസുകൾ, ഇങ്ങനെയുള്ളൊരു കൂട്ടർ. ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസൊക്കെ സഹിയാണ് എന്ന വിശ്വാസക്കാരുടെ കൂട്ടരുണ്ട്. ഇവർ മറുപടിക്ക് വേണ്ടി വരുന്ന ആളുകളാണ്. وإما أن يقف موقف الباعث عن الحقيقة المستهدي بالكتاب المنير الذي يقول فيه ربنا جل شأنه قل هاتوا برهانكم. രണ്ടാമത്തെ വിഭാഗം യഥാർത്ഥത്തിൽ തെളിവിന് പറ്റുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രം, അതുകൊണ്ട് സത്യത്തെ തേടുന്നവർ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഹാത്തു ബുർഹാനക്കും ഖുർആൻ കൊണ്ടരിയുന്ന യഥാർത്ഥം വെക്കുന്നത്. അപ്പൊ ഖുർആൻ കൊണ്ടിട്ട് കിതാബും മുനീർ കൊണ്ടിട്ട് ഹിദായത്തിനെ തേടുന്ന ഒരു നല്ല ചർച്ച ചെയ്യുന്ന ആള്, അവർക്ക് ഹദീസ് തിരിച്ചും പ്രശ്നേ അല്ല. ഹദീസിൽ എന്ത് കാര്യം വന്നാലും അത് തള്ളാൻ പ്രശ്നമില്ലാത്ത ആളുകൾ, ഖുർആനെതിരാവാൻ മതി. ഇങ്ങനൊരു വിഭാഗം, രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് ഹദീസുകൾ കൊണ്ട് ഹദീസ് സഹിയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മറുപടി പറയുന്നവർ. രണ്ടാമത്തത് ഖുർആന് എതിരാവാതെ നാ മതി, ഖുർആനാണ് സത്യം അന്വേഷിക്ക് വേണ്ടത്, ഖുർആനാണ്, ഖുർആൻ മാത്രമേ അംഗീകരിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നൊരു വിഭാഗം. ഈ രണ്ടൊരു വിഭാഗമാണ് മറുപടിക്ക് വരുന്നത്. ലസ്തു ബിഹംദില്ലാഹി തആല മിനൻ നൗഇൽ അവൽ. ഞാൻ ഒന്നാം വിഭാഗത്തിൽപ്പെട്ട ആളല്ല. സഹീഹൈനുള്ള ഹദീസുകളൊക്കെ സഹിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. വഹത്താ യഅരിഫൽ ഖാരിഉ ലിമ ലാ അകൂന മിൻ ദാലിക അൻ-നൗഇ ഫഅലൈഹി അൻ യഖറഅ വലം മബ്ഗത ഹദീസ് സഹീഹൈനി ഹല്ലഅഫ ബഅദുൽ ഉലമാഇ ബഅദഹാ. ഞാൻ എന്താ അക്കൂട്ടത്തിൽ പെടാത്തത്? സഹിയുള്ള ഹദീസ് മുഴുവനും സഹിയാണ് എന്ന് ഞാൻ പറയാത്തത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യട്ടെ? ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളെ ഏതെങ്കിലും ഉലമാ ദഈഫാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന ചർച്ച ഒന്ന് പരതി നോക്കട്ടെ, നെറ്റിലടിച്ച് നോക്കട്ടെ, അപ്പൊ കിട്ടും. ففيه أسماء عشرات العلماء الذين ضعفوا بعض روايات الصحيحين. അങ്ങനെ പരിശോധിച്ചാൽ കാണാ ധാരാളം 10,000 അല്ല 10 കണക്കിന് അശറാത്ത് 10 കണക്കിന് മഹാന്മാർ സഹീഹിന്റെ ഹദീസിനെ തള്ളിയവരായിട്ട് കാണാം. ഇബ്തിദാഅൻ മിൻ തബഖത്തി ശുയൂഖിൽ ബുഖാരി വമുസ്ലിം വമിൻ തബഖത്തിഹിമാ വമിൻ തബഖാത്തി താലിയത്തി ലഹുമാ മുറൂറൻ ബിൻ അബ്ദുൽ ബർ വന്നവി ബിൻ ഹജർ വഗൈരിഹിം. അവരിൽ പെട്ടാൽ കാണാം ബുഖാരി ഇമാമിന്റെ ശൈഖന്മാർ, അവരുടെ മുമ്പുള്ള ശൈഖന്മാർ അവരെ മുഴുവനും തള്ളിയതായിട്ട് കാണാം. ഇബ്നു അബ്ദുൽ ബർ, നവവി, ഇബ്നു ഹജർ ഇങ്ങനെയുള്ളവരെ എടുത്ത് കൂടി കണ്ണ് നടന്നു നോക്ക്, ഓരോക്കാനെ കുറേ ആളെ പേര് പറഞ്ഞിട്ടുണ്ടാകും. أنا أيها الأخ الفاضل أبعث عن الدليل والبرهان لأن هذا هو المطلوب منا جميعا إذا كنا نحتكم للقرآن الكريم الذي هو الهدى والضياء والشفاء. പരിശുദ്ധ ഖുർആനിനെ ഹാക്കിമായി വിധികർത്താവായി നിശ്ചയിക്കുന്ന നമുക്ക് ഏതൊരു വിഷയം വന്നാലും ആ വിഷയത്തെപ്പറ്റി തെളിവ് പഠിക്കണം. എന്നിട്ട് ആ തെളിവിനനുസരിച്ച് നമ്മൾ പറയണം. ഖുർആനാണ് ഹാക്കിമായിട്ടുള്ളൂ. ഹദീസിനെ ഒന്നും അമ്പാൻ പറ്റൂല, ഒന്നും അംഗീകരിക്കാൻ പറ്റൂല. ഈ തള്ളേണ്ടതും കൊള്ളേണ്ടതുമുണ്ട്. എന്നിട്ട് ഇയാളിങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ധാരാളം ദഈഫുണ്ട്.
وأكرر القول بأن القارئ لهذا الحوار قد يصعب عليه فهمه حتى يقرأ قبله مبعث أحاديث الصحيحين حل ضعف بعض العلماء بعضها. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യമായി സ്വഹീഹൈന്റെ ഹദീസിൽ നിന്ന് ഏതെങ്കിലും ഹദീസുകൾ ഉലമായിൽ നിന്ന് ചില ഹദീസുകൾ തള്ളിയിട്ടുണ്ടോ ഇല്ലേ എന്നാദ്യം പഠിക്കണം. അത് പഠിച്ചാലേ ഞാൻ ഈ പറഞ്ഞു തിരിയുള്ളൂ. തള്ളിയിട്ടുണ്ട്. അപ്പൊ ഈ വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത്. സ്വഹീഹൈനിക്കോ ഏതെങ്കിലും ഒരു കിതാബിലെ ഹദീസുകളോ മുഴുവനും ശരിയാണെന്ന് പറയുന്ന വിഭാഗത്തിൽ ഞാൻ പെട്ടതല്ല. ആ നിലയ്ക്ക് ഞാൻ മറുപടി പറയുള്ളൂ. ഇയാളെ പറ്റി എന്താ പറയേണ്ടത് നിങ്ങളാണ് തീരുമാനിച്ചാളേ.